6000-ഓളം താൽക്കാലിക ജീവനക്കാരുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കി സപ്ലൈകോയിലെ സാമ്പത്തിക പ്രതിസന്ധി. മാസത്തിൽ 25 ദിവസം വരെ തൊഴിൽ ചെയ്തിരുന്ന പാക്കിംഗ് തൊഴിലാളികൾ ഇപ്പോൾ ലഭിക്കുന്നത് 5-ൽ താഴെ തൊഴിൽ ദിനങ്ങൾ മാത്രമാണ്. CPI സംഘടനയായ AITUC വർക്കേഴ്സ് ഫെഡറേഷൻ ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് തൊഴിലാളികളുടെ മാർച്ച് നടത്തും. സബ്സിഡി സാധനങ്ങളുടെ വരവ് നിലച്ചതോടെ പൊതുജനം മാവേലി സ്റ്റോറുകളും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളും കൈയൊഴിഞ്ഞു. വരുമാനം 3-1 കുറഞ്ഞതോടെ താൽക്കാലിക ജീവനക്കാർക്ക് ജോലി നഷ്ടമായി തുടങ്ങി. തൊഴിലാളികളുടെ വേതനം നിശ്ചയിക്കുന്നത് 575 രൂപയാണ് ഒരു ദിവസമെങ്കിൽ കൂലിയെങ്കിൽ പോലും അവർക്ക് മാസത്തിൽ ഒരു നിശ്ചിത ടാർഗറ്റ് വിറ്റുവരവ് ഉണ്ടെങ്കിൽ മാത്രമേ ആ കൂലി കൊടുക്കുകയുള്ളൂ. പലപ്പോഴും ഈ സാധനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് കച്ചവടം നടക്കുന്നില്ല. ആദ്യം കുറേ കാലം തൊഴിലാളികൾക്ക് ഉണ്ടായിരുന്ന കൂലി അവർ വീതം വെച്ച് കൊടുക്കാനും ഒക്കെ തയ്യാറായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് അങ്ങനെ വീതം വയ്ക്കാൻ പോലും ഇല്ലാതെ ഒരാൾക്ക് പോലും കൂലി ഇല്ലാത്ത രൂപത്തിൽ മാവേലി സ്റ്റോറുകൾ മാറി. ബസ്സിൻ്റെ ചാർജോ അതുപോലെ തന്നെ ഒരു ചെറിയ ഭക്ഷണത്തിൻ്റെ കാശോ ഒന്നുപോലും ലഭിക്കാത്ത സാഹചര്യം ഇപ്പോൾ ഭൂരിപക്ഷം തൊഴിലാളികൾക്കും വന്നു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവരുടെ ESI, PF എല്ലാം കട്ടായി കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ യഥാർത്ഥ തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടല്ലോ, ആ സാമ്പത്തിക പ്രതിസന്ധി ഇന്ന് കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഈ സപ്ലൈകോയിലുള്ള ദിവസവേതന പാക്കിംഗ് തൊഴിലാളികളെയാണ്. തൊഴിലും കൂലിയും ഉറപ്പുവരുത്തി സപ്ലൈകോയെ രക്ഷിക്കണമെന്നാണ് ഭരണപക്ഷ തൊഴിലാളി സംഘടനയായ AITUCയുടെ ആവശ്യം. റിപ്പോർട്ടർ, കോഴിക്കോട്.